അപ്പോൾ ശങ്കറിൻ്റെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് കണ്ടത് മമ്മൂട്ടിയുടെ കൂടെയൊക്കെയുള്ള ഫോട്ടോസ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു MT സാറിൻ്റെ കടുകണ്ണാവ് ഒരു യാത്രക്കുറിപ്പ് അതിലും ഉണ്ടെന്ന് തോന്നുന്നു. അതിലൊരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല അത് എപ്പോഴും ഇറങ്ങണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ചെറിയൊരു ഭാഗം ചെന്നു. പക്ഷേ സാറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ അല്ല. പക്ഷേ സാറിൻ്റെ ഇപ്പോൾ ഒരുപാടധികം സംസാരിക്കാനൊക്കെ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയമൊക്കെ വളരെ മെമ്മറബിൾ ആയിരുന്നു. അദ്ദേഹം നമ്മളുടെ വർക്ക് പരസ്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് ഞാനിങ്ങനെ ഒരെണ്ണം കാണിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ഇത് ഓൾറെഡി ഞാൻ കണ്ട സാധനമാടാ, അദ്ദേഹം കണ്ടിട്ടുണ്ട്. പിന്നെ അതിനെ പറ്റിയുള്ള അഭിപ്രായവും അദ്ദേഹം അതിൻ്റെ ഹൈസും എല്ലാം അദ്ദേഹം നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു ക്യാരക്ടറെ ട്രാൻസ്ഫോർമേഷൻസ് നടത്തിയൊരു ആക്ടറാണല്ലോ. എത്രയും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വേഴ്സറ്റൈലായിട്ടുള്ള പല വേഷങ്ങളും കൈകാര്യം ചെയ്തൊരു നടനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അധികം ഡിഫറെൻറ്റ് ലുക്സിലും അല്ലെങ്കിൽ അത്രയ്ക്കും ഭയങ്കര വലിയൊരു ആക്ടറാണല്ലോ ഇന്ത്യൻ ലോക സിനിമയിൽ തന്നെ. അപ്പോൾ അദ്ദേഹം നമ്മളുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറയും. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനെക്കുറിച്ചും, ഈവൻ അദ്ദേഹത്തിൻ്റെ യാത്രാ കാര്യത്തിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അവിടെ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം പോയ രാജ്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പോകാൻ താല്പര്യമുള്ള ഒരു രാജ്യത്തിനെക്കുറിച്ചും. പക്ഷേ ഈവൻ അദ്ദേഹം പോവാത്ത സ്ഥലത്തിനെ കുറിച്ച് വരെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ മീൻസ് അവിടെ പോയി താമസിച്ച ആൾക്കാരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ കൾച്ചറൽ സാധനങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു മീൻസ് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോളേജ് നമുക്ക് അപ്പോഴല്ല മനസ്സിലാവും. വേറെ അവിടെ പോയ ആൾക്കാരെക്കാളും അവിടെ പോവാത്ത സാർ അതിനെപ്പറ്റി അത്രയും വെൽ സ്റ്റഡീഡ് ആൻഡ് റെഡ് ആണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ ആണല്ലോ. എല്ലാ കാര്യത്തിനെ പറ്റിയും അദ്ദേഹത്തിന് ഒരു ഉത്തരവുണ്ട്. അല്ലെങ്കിൽ എന്തിനെ പറ്റി ചോദിച്ചാലും അദ്ദേഹത്തിന് അതിൻ്റെതായ ഉത്തരവുണ്ട്. അപ്പോൾ അതൊരു മാസ്റ്റർ. ഫാമിലിനെ പറ്റി കൂടി പറയാമോ? എനിക്ക് അച്ഛൻ, അമ്മ, ചേച്ചിയുണ്ട്. അച്ഛൻ ഫോറസ്റ്റിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ആയിരുന്നു, റിട്ടയറായി. അമ്മ ഹൗസ് വൈഫാണ്, ചേച്ചി വർക്ക് ചെയ്യാണ്. ഒരു സിനിമ കണ്ടോ? എന്താ ഏറ്റവും കൂടുതലായിട്ട് വന്ന അഭിപ്രായം എന്താണ്? അല്ല, അവർക്ക് ആഫ്റ്റർ ദ ഷോ അവർ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് അവർ നേരിട്ട് കണ്ടേ ഫസ്റ്റ് ഷോ തന്നെ. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ക്യാരക്ടർ വർക്ക് ആയെന്നവർ പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷെ നല്ല രീതിയിൽ അവർക്ക് എല്ലായിടത്തു നിന്നും റെസ്പോൺസ് വരുന്നുണ്ട്, ഫാമിലിയും അല്ലെങ്കിൽ വേറെ ഫാമിലി ഫ്രണ്ട്സും എല്ലായിടത്തു നിന്നും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് ആ ഒരു മൊമെൻറ്റ് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു കഥാപാത്രം കാണുമ്പോൾ. ഒരു സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അവർക്ക് ആൾക്കാരുടെ റെസ്പോൺസൊക്കെ അവർ ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. സിനിമയിലേക്ക് എത്താൻ വേണ്ടി നോക്കുന്ന ചെറുപ്പക്കാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് കരിയർ പ്രശ്നം വരുമോ. അത് ഇപ്പം ലോയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് മാറി സിനിമയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള ഒരു എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ? അല്ല, വീട്ടിൽ നിന്നല്ല, ഒബ്വിയസ്ലി അത് എല്ലാ കുടുംബത്തിലും ഉണ്ടാവില്ല. നമുക്ക് ഒബ്വിയസ്ലി എല്ലാവരും കൺസേൺഡ് ആണ് എന്തായിരിക്കും ഫ്യൂച്ചർ. കാരണം എല്ലാവരും പറയുന്ന പോലെ ചിലപ്പോൾ ഒരു നെക്സ്റ്റ് സിനിമ കിട്ടണത് എപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു സമയം എപ്പോഴായിരിക്കും നമുക്കൊരിക്കലും ഇപ്പോൾ അടുത്ത സാലറി ഇന്ന മാസം കിട്ടുമെന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഈ സിനിമ എന്നായിരിക്കും, ചിലപ്പോൾ ഇറങ്ങുന്നത് ചിലപ്പോൾ പിന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ സിനിമകൾ നടക്കില്ല. അപ്പോൾ അതൊരു സ്വാഭാവികത കുറവാണല്ലോ. അതിൻ്റെ ഹാപ്പനിങ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ടെൻഷനാണ്. പക്ഷേ നമ്മൾ സ്വപ്നം കാണാൻ അതിനായിട്ട് പരിശ്രമിക്കുക. അത് തന്നെ കണ്ടിന്യൂസ്ലി അത് എൻഡ് ഓഫ് ദി ഡേ ആ ഒരു ടണലിൻ്റെ അറ്റത്ത് വെളിച്ചം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഗിവ് യു ബെസ്റ്റ് ഷോട്ട്. നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം. പൂർണ്ണമായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ച് അതിലേക്ക് തന്നെ പോകണം. ഞാനൊരു പരിധിവരെ അത് വീട്ടുകാർ അത് ഇപ്പോൾ ഇങ്ങനെ പാഷനേറ്റായിട്ട് നടക്കുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ അവരെ ഫോളോ ചെയ്യട്ടെ, പറ്റുന്നത്ര സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഫീൽ ചെയ്യുന്നു അത് പോസിറ്റീവായിട്ടാണ് അവർ പോകണമെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുക. ബട്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഒരു സെക്കൻഡറി ഇൻകം വരുന്നത് നന്നായിരിക്കും. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എപ്പോഴും നന്നായിരിക്കും.